43 വർഷത്തിനു ശേഷം ആദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വൻ സ്വീകരണം. ശനിയാഴ്ച രാവിലെ 11:30ഓടെയാണ് മോദി കുവൈറ്റ് വിമാനത്താവളത്തിലെത്തിയത്. കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷൽ അൽ ഹമ്മദ് അൽ ജാബിർ അൽ സാഹിബിന്റെ ക്ഷണം സ്വീകരിച്ചാണ് മോദി കുവൈറ്റിലെത്തിയത്. അമീരി ടെർമിനലിൽ കുവൈറ്റ് പ്രഥമ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സഹബ്, വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ എഹിയ എന്നിവർ ചേർന്ന് മോദിയെ സ്വീകരിച്ചു. ഉച്ചയ്ക്ക് ശേഷം 2:50 ഫഹദ് അൽ അഹമ്മദിലെ ഗൾഫ് സ്പൈക്ക് ലേബർ ക്യാമ്പ് മോദി സന്ദർശിച്ചു. ഇന്ത്യൻ തൊഴിലാളികളെ കാണുന്ന അദ്ദേഹം വൈകുന്നേരം 3:50 ഷെയ്ഖ് സാദ് അൽ അബ്ദുള്ള ഇൻഡോർ സ്പോർട്സ് കോംപ്ലക്സിൽ നടക്കുന്ന കമ്മ്യൂണിറ്റി ഇവന്റിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തു. 6:30 ജാബിർ സ്റ്റേഡിയത്തിൽ ഗൾഫ് കപ്പ് ഉദ്ഘാടന ചടങ്ങിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ഇന്ന് ബയാൻ പാലസിൽ പ്രധാനമന്ത്രിക്ക് ഔദ്യോഗിക സ്വീകരണം നൽകും. കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ്, കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ അഹമ്മദ് അൽ മുബാറക് അൽ സബാഹ്, പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സഹാബ് എന്നിവരുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ കുവൈറ്റ് സഹകരണ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3:30 മോദി തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങും. 1981 ശേഷം കുവൈറ്റിലെത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. 43 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത്. ഏറെ രാഷ്ട്രീയ പ്രാധാന്യത്തോടെയാണ് ലോകരാജ്യങ്ങൾ നരേന്ദ്രമോദിയുടെ കുവൈറ്റ് സന്ദർശനത്തെ കാണുന്നത്.